ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിസിക്കൽ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന് പറയുന്ന നമ്മുടെ BSc ബോട്ടണിയുടെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്ന്. ഇതായിരിക്കും നിങ്ങളുടെ പാറ്റേൺ എന്ന് പറയുന്നത്. ഷോർട്ട് ആൻസേഴ്സ് ഉണ്ടായിരിക്കും, 2 മാർക്ക് ഉള്ള 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അത് 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും. മാക്സിമം അതിൽ 30 മാർക്കാണ് കിട്ടുക. പിന്നെ വരുന്നത് ഇതേപോലെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 10 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം എസ്സേ എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് ട്രൂ സൊല്യൂഷൻ, എന്താണ് കൊളോയിഡൽ സൊല്യൂഷൻ, അത് രണ്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. പിന്നെ എന്താണ് ലയോഫിലിക് കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ 1D നാനോമീറ്റേഴ്സ് നാനോ മെറ്റീരിയൽസ്, അതിൻ്റെ എക്സാമ്പിൾ. പിന്നെ വരുന്നത് എന്താണ് RF വാല്യൂ, എങ്ങനെയാണത് ഒരു കോമ്പൗണ്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ RF വാല്യൂ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ബയോഡിഗ്രേഡബിൾ പോളിമറിൻ്റെ ഒരു എക്സാമ്പിളും അതിൻ്റെ ആപ്ലിക്കേഷനും. പിന്നെ നാനോ മെറ്റീരിയൽസ് മെഡിസിനിലുള്ള 2 ആപ്ലിക്കേഷൻ. പിന്നെ ബ്യൂണ എസിൻ്റെയും ബെക്കലൈറ്റിൻ്റെയും മോണോമേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് എന്താണ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ, പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ എക്സാമ്പിൾ. ഒക്ടെയിൻ നമ്പറും സെറ്റൈൻ നമ്പറും ഡിഫൈൻ ചെയ്യാൻ. യൂട്രോഫിക്കേഷൻ, ക്രോമോഫോസും ഓക്സോക്രോംസും എന്താണെന്നുള്ളത്. പിന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, 2 ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ്. പിന്നെ വരുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതിലാദ്യം എങ്ങനെയാണ് സോപ്പിൻ്റെ ക്ലീനിങ് ആക്ഷൻ നടക്കുന്നത്, അത് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. പിന്നെ തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ് ഗ്രീൻ കെമിസ്ട്രി, എന്തൊക്കെയാണ് ഗ്രീൻ കെമിസ്ട്രീൻ്റെ പ്രിൻസിപ്പിൾസ്. പിന്നെ വരുന്നത് ഗ്യാസ് ക്രോമറ്റോഗ്രഫീൻ്റെ പ്രിൻസിപ്പിളും ആപ്ലിക്കേഷനുമാണ്. പിന്നെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ പൊല്യൂഷൻ കാരണം ഉണ്ടാവുന്ന കോസസും എഫക്ട്സും എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാം. പിന്നെ വന്നിട്ടുള്ളത് കൊളോയിഡ്സിൻ്റെ പ്യൂരിഫിക്കേഷൻ്റെ 2 മെത്തേഡ്, ഏതെങ്കിലും 2 മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എസ്സേയിലേക്ക് വരുമ്പം NMR സ്പെക്ട്രോസ്കോപ്പിയും അതിൽ NMR സ്പെക്ട്രം, എത്തനോളിൻ്റെ NMR സ്പെക്ട്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് എന്താണ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചർ, അതാണ് ചോദിച്ചിട്ടുള്ള 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. മെജോറിറ്റി ആൾക്കാരും സിമെൻറ്റിൻ്റെ മാനുഫാക്ചർ ആയിരിക്കും എഴുതുന്നുണ്ടാവുക അല്ലേ. ഓക്കെ, അത്രയാണ് നമ്മുടെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഈ NMR എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് 2024 വന്നിട്ടുള്ളത്. ഇത് 2019 അഡ്മിഷൻ ഓൺവേർഡ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത് നമ്മൾ ഇനിയൊരു വീഡിയോ ചെയ്യാം കേട്ടോ.